ഹലോ പി എസ് സി ആസ്പിറൻസ്, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അല്ലേ, എക്സാമിനെ കുറിച്ച് പറയുമ്പോഴേ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിപ്പിച്ച രീതിയിലുള്ള ടോപ്പിക്സും അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന ഒരു എക്സാം ആയിരുന്നു ഇന്നലെ കഴിഞ്ഞത്. ഓക്കെ, നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗം എടുത്താലും അതേപോലെ എക്കണോമിക്സ് എടുത്താലും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ചോദ്യം പോലും വന്നില്ല അല്ലേ. ഒരുപാട് പേരൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം പോലും വന്നില്ല. അങ്ങനെ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചൊരു ഘട്ടമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ആശ്വാസമായ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആണ് അല്ലേ. കാരണം ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതേപോലെ ടോപ്പിക്സും കൃത്യമായിട്ട് കവർ ചെയ്ത് പോയിട്ടൊരാൾക്ക് 20-ൽ കുറഞ്ഞതൊരു 17-18 മാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. 20-ൽ 20 സ്കോർ ചെയ്തവരും കാണും. ഓക്കെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു ഇംഗ്ലീഷ്. ഞാൻ എസ്പെഷ്യലി എടുത്തു പറയട്ടെ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, 15-16 മാർക്കിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുമായിരുന്നു ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. അപ്പോ ഇനി വരുന്ന ഘട്ടങ്ങളിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ 20-ൽ 20 അല്ലെങ്കിൽ ഒരു 17-18 മാർക്കൊക്കെ ഇങ്ങ് കൂടെ പോരാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യമാണ് എന്താ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഏതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടാൽ മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുക, വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. വരാൻ പോകുന്ന ഘട്ടക്കാർക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന സ്റ്റേജ് ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് അടുത്ത സ്റ്റേജുകൾ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പൊ ഇതായിരുന്നു ഇന്നലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് കോഡ് ഡി ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ടോപ്പിക്സ്. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അപ്പൊ ഇതിനകത്ത് ഏതാ കറക്റ്റ് വരിക, ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ടോപ്പിക്സ്. എല്ലാവരും ഓപ്ഷൻ ബി കറുപ്പിക്കും. കാരണം നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുന്ന ഫ്ലയർ അല്ല, ഫ്ലയർ. ഓക്കെ, ഫ്ലയറാ. അപ്പൊ എല്ലാവരും ഓപ്ഷൻ ബി കറുപ്പിക്കും. പക്ഷെ ഓപ്ഷൻ ബി എന്താണ്, തെറ്റാണ്. ഓപ്ഷൻ എ ആണ് എന്താ കറക്റ്റ്. ഫ്ലയേഴ്സ് വെയർ ഓൾ അറൌണ്ട് ദ വെന്യൂ. ഫ്ലയർ എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ ഈ അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ പോലത്തെ സാധനം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, അതിനെയാണ് ഫ്ലയർ എന്ന് വിളിക്കുക. ഇവിടുത്തെ സ്പെല്ലിംഗ് ആയിരുന്നു എന്ത് ചെയ്യേണ്ടത്, ശരിയാക്കേണ്ടത്. ഈ ഫ്ലയർ എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് എന്താണ്, തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് എന്താ കറക്റ്റ് ആൻസർ. സോ സെന്റൻസ് കറക്ഷനിൽ നിന്നാണ് എന്താ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയാടാ, ഫില്ലിംഗ് ദ ബ്ലാങ്ക് ബൈ ആഡിങ് കറക്റ്റ് ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബിന്റെ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഗിവൺ ആസ് ഓപ്ഷൻസ്. അപ്പൊ ഫ്രൈസൽ വെർബ് കറക്റ്റ് അല്ലെങ്കിൽ എന്താണ് സെലക്ട് ചെയ്യാനുള്ള ചോദ്യമാണ്. നോക്കിയാടാ, വി ഹാഡ് ടു ഡാഷ് ദ പാർട്ടി ടു അനദർ ഡേ. അനദർ ഡേയിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോഴേ മനസ്സിലായി എന്താണ്, മാറ്റിവെക്കുക അല്ലെ. മാറ്റിവെക്കുകയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ചോദ്യം, മാറ്റിവെക്കുക. ഏതാ പുട്ട് ഓഫ് അല്ലേ, പോസ്റ്റ് പോൺ. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എന്തുവായിരുന്നു, എക്സ്റ്റിങ്ക്വിഷ് അല്ലേ. പുട്ട് ഓൺ എന്ന് വെച്ചാൽ എന്തുവായിരുന്നു, വെയർ, ധരിക്കുക എന്നല്ലേ. പുട്ടിൻ എന്ന് വെച്ചാൽ എന്തുവാണ്, സബ്മിറ്റ് ചെയ്യുക എന്നല്ലേ. അപ്പൊ പുട്ട് ഔട്ട് അല്ല, പുട്ട് ഓഫ് ആണ് എന്താ കറക്റ്റ് ആയിട്ട് ഇവിടെ വരിക. ഓപ്ഷൻ ഡി ആയിരുന്നു എന്താ കറക്റ്റ് ആൻസർ. ഫ്രൈസൽ വെർബ് നോക്കാതെ ഇനി പരീക്ഷയ്ക്ക് പോകരുതേ. എക്സാമ്പിൾ, അതായത് നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയാൽ മതി. പുട്ടിലുള്ള എല്ലാം, അതായത് ഇപ്പൊ പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, അതേപോലെ പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്. സോ പുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫ്രൈസൽ വെർബ്സുകളും അതേപോലെ കോളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൈസൽ വെർബ്സ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഇനി എന്ത് ചെയ്യാൻ, എക്സാമിലേക്ക് അല്ലെങ്കിൽ എക്സാം എഴുതാൻ അടുത്ത സ്റ്റേജ് എഴുതുന്നവർ എന്ത് ചെയ്യാൻ പോകാൻ. ഓക്കെ, സോ ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞ നല്ലൊരു ടോപ്പിക്കാണ്, നല്ല ഹോട്ട് ടോപ്പിക്കാണ്. എങ്കിൽ അടുത്ത ഭാഗം നോക്കിയാടാ, അടുത്തത് സെന്റൻസിലെ എറർ സ്പോട്ട് ചെയ്യാനല്ലേ, എറർ സ്പോട്ട് ദ എറർ. ഓക്കെ, ഐഡന്റിഫൈ ദ എറർ ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഇവിടെ എറർ സ്പോട്ട് ചെയ്യാന്ന് പറയുമ്പോഴും വേറൊരു കാര്യം ഒളിച്ചിരിപ്പുണ്ട്. ദ ഫയർ ഫൈറ്റേഴ്സ് വെയർ വെൽ എക്യുപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് മെത്തേഡ്സ്. ഇവിടെ എന്താണ് ഈ സെന്റൻസിൽ തെറ്റെന്നാണ്, ഫയർ ഫൈറ്റേഴ്സ് ആണോ, വെയർ ആണോ, എക്യുപ്ഡ് ആണോ, ലേറ്റസ്റ്റ് ആണോ? യെസ്, ഇവിടെ ലേറ്റസ്റ്റ് എന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണല്ലേ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ എന്ത് വരണം, ദാ വരണം. പഠിച്ചിട്ടില്ലേ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക്ക്, ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷിലെ. അപ്പൊ അവിടെ ദാ ഇല്ല. അപ്പൊ ഇവിടെ എന്താ തെറ്റ്, ഓപ്ഷൻ ഡി ലേറ്റസ്റ്റ് ആണ് തെറ്റ്. ദ ലേറ്റസ്റ്റ് എന്ന് വരണമായിരുന്നു. മനസ്സിലായോ, അത്രേ ഉള്ളായിരുന്നു. എങ്കിൽ അടുത്ത നാലാമത്തെ ചോദ്യം നോക്കിയാടാ, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. പി എസ് സി ഇത് എത്ര തവണ ചോദിച്ചെന്ന് പി എസ് സിക്ക് പോലും പറഞ്ഞൂടെ ഈ വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഒരു വേർഡ് ഇത് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് കിട്ടും. സയൻസ് എന്ന് ഓർത്താൽ മതി, ഇത് കൃത്യമായിട്ട് കിട്ടും. ഏതാ, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി, കൺസെൻഷ്യസ്. ഓക്കെ, കൺസെൻഷ്യസ് എന്നായിരുന്നു കറക്റ്റ് ആയിട്ട് വരിക, കൺസെൻഷ്യസ്. ഓക്കെ, അപ്പൊ എന്താണ്, CONSCIENTIOUS, കൺസെൻഷ്യസ്. ഓക്കെ, സോ അതാണ് എന്താ കറക്റ്റ് ആയിട്ട്
വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാൽ നാലാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ്. അല്ലെ, വേർഡ് അതായത് ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? കോൺഷ്യൻഷ്യസ്. എന്താ കോൺഷ്യൻഷ്യസ് നാം പ്രൊനൗൺസ് ചെയ്യുക, അല്ലാതെ കോൺസിയൻഷ്യസ് ഒന്നും അല്ല, കോൺഷ്യൻഷ്യസ്. ഓക്കെ, ഇവിടെ എന്താ കോൺഷ്യൻഷ്യസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വരിക? കൺഫ്യൂസിംഗ് ആണ്, ഒരു കൺഫ്യൂഷൻ വരില്ല. സയൻസ് എന്ന് ഓർത്താൽ മതി. സയൻസിന്റെ സ്പെല്ലിംഗ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ഓപ്ഷൻ ബി ആയിരുന്നു എന്താ കറക്റ്റ് ആൻസർ. ഇതൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഈ കോൺഷ്യൻഷ്യസ് ഒക്കെ. ഓക്കെ, പ്രീവിയസ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്തവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇതിന്റെ ആൻസർ കണ്ടെത്താൻ കഴിയുമായിരുന്നു. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയാണ്. അടുത്ത ചോദ്യം, which word given as options means exactly as the same one in the bold in the following sentence. എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല കടുപ്പിച്ച അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ആ വാക്കിന് സമാന പദം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. To go abroad was the most frivolous decision taken by her. അതായത് എന്താണ്, അവൾ പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് അവൾ എടുത്ത ഏറ്റവും ഭയങ്കര ഫ്രിവലസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രിവലസ് വെച്ചാൽ എന്തുവാ? ടൈംലി ആണോ, ടാക്ട്ഫുൾ ആണോ, സില്ലി ആണോ, തോട്ട്ഫുൾ ആണോ? അടിപൊളി. എന്താണ്? സില്ലി ആണ് കേട്ടോ. എന്താണ് സില്ലി? ഫ്രിവലസ് വെച്ചാൽ എന്താണ്? സില്ലി എന്നാണ്. സില്ലി. ഓക്കെ, അതിന്റെ കറക്റ്റ് സമാന പദം എന്ന് പറഞ്ഞാൽ ഫ്രിവലസിന്റെ സില്ലി എന്നായിരുന്നു. ഇത് കുറച്ച് പേരെ കൺഫ്യൂസ് ഒരു ചോദ്യമായിരുന്നു. അടുത്ത് നോക്കിയാടാ, പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ തന്നെ, ടോപ്പിക്ക് തന്നെ പഠിക്കേണ്ട ആ ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പ്ലീസ് പാസ് മീ ദ ഷുഗർ. പ്ലീസ് പാസ് മീ ദ ഷുഗർ. ഇത് ഏതാ ടൈപ്പ് ഓഫ് സെന്റൻസ്? ഇംപെററ്റീവ് സെന്റൻസ് ആണ്. സ്ഥിരമായിട്ട് ഈ ചോദ്യം PSC ചോദിക്കുന്നതായിരുന്നു. പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലീസ് പാസ് മീ ദ സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. പ്ലീസ് പാസ് മീ ദ ഷുഗർ എന്ന് കാണുമ്പോഴേ ഉത്തരം ഏത് തന്നെയാണ്? വിൽ യു ആണ്. എന്താണ്? വിൽ യു. ക്യാൻ യു ഒക്കെ തോന്നും, ക്യാൻ യു ഒന്നും എന്ത് ചെയ്യില്ല, വരില്ല. വിൽ യു എന്ന് എന്ത് ചെയ്യാൻ പറ്റൂ? യൂസ് ചെയ്യാൻ പറ്റും. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയാടാ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്, അതായത് ശരിയായ സെന്റൻസ് അല്ലെങ്കിൽ വാക്യം കണ്ടെത്താനായിരുന്നു പറഞ്ഞത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വാക്യം? യെസ്, ഓപ്ഷൻ സി ആണ്. വി നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലീവ്. എന്തുകൊണ്ട് ഓപ്ഷൻ സി എടുത്തു എന്ന് വെച്ചാൽ ഇവിടെ വാട്ടർ നോക്കിയാലും എയർ നോക്കിയാലും അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ അൺകൗണ്ടബിൾ നൗണിന്റെ ഫ്രണ്ടിൽ എയോ ആനോ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദ ഉപയോഗിക്കാം. ദ ഉപയോഗിക്കാൻ ഇവിടെ പറ്റില്ല. കാരണം ഇവിടെ വാട്ടറിനെയോ എയറിനെയോ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രം ഉപയോഗിച്ചാൽ പോരെ ദ. അപ്പൊ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ ആർട്ടിക്കിളായ ദയുടെ ആവശ്യവുമില്ല, അതേപോലെ ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയും ആൻഡേയും ആവശ്യവുമില്ല. ഓക്കെ, സോ അപ്പോൾ ഏത് വരും? ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഏത് തന്നെയാണ്? ഓപ്ഷൻ സി തന്നെയാണ്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അത് താഴെ കൊടുക്കുന്ന സെന്റൻസിൽ ഏതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസാ? യെസ്, ഓപ്ഷൻ എ ആണ്. വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ് എന്നായിരുന്നു. ഓപ്ഷൻ എ, വി കെപ്റ്റ് അവേ ഫ്രം ദ ക്ലാസ് ആയിരുന്നു എന്താ കറക്റ്റ് സെന്റൻസ് വരിക. അടുത്ത് നോക്കിയാടാ, ഐഡന്റിഫൈ ദ സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ കോമ്പൗണ്ട് സെന്റൻസസ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സിമ്പിൾ സെന്റൻസ് കണ്ടുപിടിക്കാനാണ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? സിമ്പിൾ സെന്റൻസിൽ കൺജങ്ഷൻസ് ഒന്നും കയറി വരില്ല. അപ്പോൾ തന്നെ ഇതും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ ബി ആയിരുന്നു. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്തും എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിൽ എത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആയിരുന്നു. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയാടാ, വിച്ച് ഈസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ? ഹോട്ട് ടോപ്പിക്. പ്രിപ്പോസിഷന്റെ ഭാഗത്തുനിന്ന് ചോദ്യം. Preposition to be used in the following sentence. അതായത് താഴെ പറഞ്ഞ സെന്റൻസിൽ ഏതാണ് കറക്റ്റ് പ്രിപ്പോസിഷൻ എന്നാണ്. ഇറ്റ് ഈസ് വെരി റൂഡ് ടു പോയിന്റ് ഡാഷ് ദ പീപ്പിൾ. ടു വരുവോ, അറ്റ് വരുവോ, ബൈ വരുവോ, ഫോർ വരുവോ? ഏതാ വരിക? അറ്റായിരുന്നു എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ ടൈം ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറയാലും എന്താണ് ഉപയോഗിക്കുന്നത്? at 10 o'clock, at 9 o'clock. അതേപോലെ ഇവിടെയും എന്താണ്? at the people എന്നായിരുന്നു കറക്റ്റ് വരും. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിഫാക്റ്റോ. ലാറ്റിൻ ഫ്രൈസ് ആണ് ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ. മാരത്തോൺ കണ്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ലൈവിൽ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമായിരുന്നു ഡിഫാക്റ്റോ എന്ന് പറയുന്നത് അല്ലെ. ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് ഓർ റിയാലിറ്റി എന്ന് പറയാം. അതാണ് എന്താ ഡിഫാക്റ്റോയുടെ മീനിങ്. ഡിഫാക്റ്റോ പോലെ തന്നെ വേറൊന്നാണ് ഡിജൂർ. ഓക്കെ, ഡിജൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ലോ എന്നാണ്. ഡിജൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ലോ. ഡിജൂർ. ഓക്കെ, ഡിജൂർ മീൻസ് എന്താണ്? ബൈ ലോ. ഡിഫാക്റ്റോ മീൻസ് എന്താണ്? ഇൻ റിയാലിറ്റി ഓർ ഇൻ ഫാക്ട്. ഓക്കെ, ഡിജൂറും ഉണ്ട്, അതേപോലെ എന്താണ്? ഡിഫാക്റ്റോയും ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അടുത്തതാ, എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ അബൌട്ട് ഹിംസെൽഫ്. ഒരാൾ അയാളുടെ കഥ അല്ലെങ്കിൽ അയാളുടെ എന്താണ് ജീവിത കഥ അയാൾ തന്നെ എഴുതുന്നത്, അയാൾ തന്നെ സ്വയം എഴുതുന്നത്, ആത്മകഥ. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ഓട്ടോബയോഗ്രഫി. ഇവിടെ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജീവചരിത്രമാണ്. അല്ലെങ്കിൽ മെമയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മക്കുറിപ്പാണ്. പക്ഷേ എന്താണ്? ആത്മകഥയുടെ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് എന്ത് തന്നെയാണ്? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫി എന്നാണ് അല്ലേ. സോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു ഈ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയാടാ. ദ ട്രെയിൻ വിൽ ഡാഷ് അറ്റ് 6 AM. ദ ട്രെയിൻ വിൽ
ദ ട്രെയിൻ വിൽ ലീവ് അല്ലേ, ട്രെയിൻ വിൽ ലീവ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ എന്ത് വരും, ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 6 AM. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ വേർഡ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. നമ്മൾ നേരത്തെയും ഒരു കറക്റ്റ്ലി സ്പെല്ലിംഗ് കറക്ഷൻ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ഫേസിലെ എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഒന്നും രണ്ടും ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് എല്ലാ ടോപ്പിക്കുകളോടും ഒരു നീതി പുലർത്തിയില്ല. അതായത് എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരാതെ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, കൂടുതൽ ചോദ്യങ്ങൾ വന്നു. സോ ആ ടോപ്പിക്സ് എന്ത് ചെയ്യും, നമ്മൾ ഈ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ് കണ്ടുപിടിക്കാനുള്ളത്, ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ, ഡെഫിനിറ്റ്ലി. എന്താണ്, ഡെഫിനിറ്റ്ലി ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. അടുത്ത ചോദ്യം നോക്കിയടാ, ടു ത്രോ ഇൻ ദ ടവൽ മീൻസ് ടു ത്രോ ഇൻ ദ ടവൽ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഇഡിയം, ഒരു ശൈലിയാണ്, ഒരു ഇഡിയമാണ്. ഈ ഇഡിയത്തിന്റെ അർത്ഥം എന്തെന്നാണ് ചോദിക്കുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? യെസ്, ടു ഗിവ് അപ്പ് ആണ്, ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് എന്നൊക്കെ പറയാം. ടു ത്രോ ഇൻ ദ ടവൽ ഇസ് ആൻ ഇഡിയം, വിച്ച് മീൻസ് ടു ഗിവ് അപ്പ് അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് എന്ന് പറയാം. എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയാടാ, ഷീ ഈസ് മേക്കിംഗ് ടീ. ഷീ ഈസ് മേക്കിംഗ് ടീ എന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങനെയാ മാറ്റുന്നത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീങ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് അല്ലേ. അപ്പൊ എങ്ങനെ മാറ്റും? ഷീ ഈസ് മേക്കിംഗ് ടീ. ഇവിടെ നോക്കിയേ, ഇത് കറക്റ്റ് ആയിട്ട് ഈ സ്ട്രക്ചർ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് കിട്ടും. നടക്കുന്നു, ടീ ഈസ് ബീങ് മെയ്ഡ് ബൈ ഹർ. ഓപ്ഷൻ സി ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാം. ഓക്കെ, സോ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ്. സോ അതിനകത്ത് ബീങ് ഉണ്ടാവും. ബീങ് ഉണ്ടാവും എന്ന് പറയുമ്പോഴേ ആ ബീങ് വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഈസ് ആണ്, പ്രസന്റ് ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് എത്താൻ പറ്റും അല്ലെ. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേഷൻ ടെക്നിക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസേഴ്സിൽ വരാൻ പറ്റുമായിരുന്നു ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ അല്ലെ. നീ അല്ലെങ്കിൽ ഇപ്പം പെർമിഷൻ, ആസ്ക്ഡ് ഫോർ പെർമിഷൻ അല്ലെങ്കിൽ മണി, അതിനൊക്കെ മുമ്പിൽ എന്താണ് ആസ്ക്ഡ് ഫോർ ചേർക്കും. ഓക്കെ, അപ്പൊ ഹിയർ ഈസ് ദ ബുക്ക് ദാറ്റ് യു ആസ്ക്ഡ് ഫോർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആയിട്ട് വരാം. ആസ്ക്ഡ് ഫോർ ആയിരുന്നു. ഓക്കെ, നിങ്ങൾ അടുത്ത ചോദ്യം നോക്കിയടാ, ദിസ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ് ഹാവ് എവർ സീൻ. സൂപ്പർലേറ്റീവ്. ഇതാ കണ്ടോ, ആ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് കണ്ടോ. ദിസ് ഈസ് ദ ഡാഷ് ബ്രേസ്ലെറ്റ്. ഇതാ തെറ്റിക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മോസ്റ്റ് പ്രറ്റി. കുറെ പേരെങ്കിലും ഓടിച്ചെന്ന് ഇതാ കറപ്പിച്ച് കാണും മോസ്റ്റ് പ്രറ്റി എന്നുള്ളത്. അത് വളരെ വലിയൊരു തെറ്റാണ്. മോസ്റ്റ് പ്രറ്റി എന്ന് ഒരിക്കലും പറയില്ല, അങ്ങനെ ഒരു യൂസേജേ ഇല്ല, അത് തെറ്റാണ്. കറക്റ്റ് ആയിട്ട് എന്ത് തന്നെ വരുള്ളൂ, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതാ ഇവിടെ ഇതാ കിടക്കുന്ന കണ്ടോ, ഇതാ കഴിഞ്ഞാൽ എന്താണ് ഉറപ്പായിട്ടും കൃത്യമായിട്ട് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ദാ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും കേട്ടോ. ദാ കഴിഞ്ഞാൽ എന്തായാലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സോ അവിടെ എന്താ വരിക, പ്രറ്റിയസ്റ്റേ വരുള്ളൂ. ഒരിക്കലും മോസ്റ്റ് പ്രറ്റി എന്ന് എഴുതി വയ്ക്കരുത്. ഓക്കെ, പ്രറ്റിയസ്റ്റ്. ഓക്കെ, അതേപോലെ ഇനി അടുത്ത സ്റ്റേജ് ആയിരുന്നു ഓർത്ത് വയ്ക്കുക. ദാ കഴിഞ്ഞാൽ എന്താണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം നോക്കിയടാ. അടുത്തത് ദാ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്. പ്രസാദ ഡസിന്റ് ലുക്ക് വെൽ ടുഡേ. പ്രസാദ ഡസിന്റ് ലുക്ക് വെൽ ടുഡേ. ഡസിന്റ് മക്കളെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ഇത് പഠിച്ചു വെച്ചോണേ. ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്, അതേപോലെ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, നെഗറ്റീവ്. ദാ ഡസിന്റ് വന്നു. ഡസിന്റ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് നോട്ട് അല്ലേ, അപ്പൊ നെഗറ്റീവ് ഡസിന്റ്. സോ എന്താക്കണം, ടാഗ് പോസിറ്റീവ്. അതായത് നോട്ട് ചേർത്ത് എഴുതരുത്. നോട്ട് ചേർത്ത് എഴുതാതിരുന്നാൽ ഡസ്, സബ്ജക്റ്റ് പ്രസാദാണ്, പ്രസാദ് ആണാണ്, അതുകൊണ്ട് എന്ത് ഹി ഉപയോഗിച്ചു, ഡസ് ഹി. ഓക്കെ, സെറ്റ് ആണ്. അങ്ങനെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അമ്മു ഡാഷ് ഹർ എക്സാം ലാസ്റ്റ് ഇയർ. അമ്മു ഡാഷ് ഹർ എക്സാം ലാസ്റ്റ് ഇയർ. കഴിഞ്ഞു പോയി, പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ആയിട്ട് കിട്ടും, ഓപ്ഷൻ ഡി പാസ്ഡ്. ഇത്രയേ ഉള്ളായിരുന്നു. ഓക്കെ, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. പക്ഷെ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്തു, ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു. പക്ഷെ അങ്ങനെ കടന്നു വന്നെങ്കിലും ആ ചോദ്യങ്ങളൊക്കെ എന്തായിരുന്നു, നമുക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റുന്നെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പം വരാൻ പോകുന്ന സ്റ്റേജ് അല്ലെങ്കിൽ വരാൻ പോകുന്ന സ്റ്റേജ് എക്സാംസ് എഴുതുന്നവരെ, ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം എഴുതുന്നവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചോളാം. കാരണം 20 മാർക്കിനാണ് എന്താ ഇംഗ്ലീഷ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങളെ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇംഗ്ലീഷിന്റെ ആ ഒരു ഭാഗം തന്നെ ആയിരിക്കും. സോ അടുത്ത സ്റ്റേജ് എക്സാംസ് എഴുതാൻ പോകുന്നവർ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സുകൾ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടേ എന്ത് ചെയ്യാവൂ, പോകാവൂ. ഓക്കെ, ഈ ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ ആ ഒരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടേ എന്ത് ചെയ്യാവൂ, പോകാവൂ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഇതാണ് ആ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിലബസ് അല്ലെ, ഡിഗ്രി പ്രിലിംസിന്റെ ഇംഗ്ലീഷിന്റെ സിലബസ് ഇതാണ്. അതിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാണ്, ഇന്ററോഗേറ്റീവ് അങ്ങനത്തെ അല്ല. നമ്മുടെ ആ ഒരു സിമ്പിൾ കോമ്പൗണ്ട് സെൻസ് ഒക്കെ
എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിട്ട് പോകണം. അതേപോലെ മൂന്നാമത്തെ ടോപ്പിക്ക് നോക്കിയേ, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്. അത് വന്നില്ല, ഈ പരീക്ഷയ്ക്ക് വന്നില്ല, അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇനി വരൂല എന്നൊന്നും വിചാരിച്ചിരിക്കുന്നത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് വരും. അതെന്താണ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, അതേപോലെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. ആ രീതിയിലുള്ള സബ്ജക്ട് വെർബ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ വൊഡാൽ ഓക്സിലറി വെർബുകൾ നോക്കുക. അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണേ. ക്വസ്റ്റ്യൻ ടാഗ് അതേപോലെ ചിലപ്പോൾ നമ്മൾ ലെറ്റസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കും അല്ലേ. ലെറ്റസ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം, ഷോൾ വി ഉപയോഗിക്കണം. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് അല്ലെ, അതായത് ഇഫ് ക്ലോസ് ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. അതാണ് കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറയുന്നത്. അതേപോലെ പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞ ഹോട്ട് ടോപ്പിക് ആണ്. ഓക്കെ, അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക പ്രിപ്പോസിഷൻസ്. അതേപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഈ പരീക്ഷയിൽ വന്നില്ലല്ലോ, അടുത്ത പരീക്ഷയിൽ ഇനിയും അല്ലെങ്കിൽ വരാതിരിക്കോ എന്നൊന്നും വിചാരിക്കേണ്ട. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അടുത്ത പരീക്ഷയിൽ എന്തായാലും എന്ത് ചെയ്യും, വരും. സോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ. അതേപോലെ എന്ത് ചെയ്യണം, ആക്റ്റീവ് ആൻഡ് പാസീവും. ഈ രണ്ട് ടോപ്പിക്കുകളും എന്തിനാ, കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. ഇതിന്റെ ചോദ്യങ്ങൾ അടുത്ത പരീക്ഷയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവും, അതേപോലെ എന്താ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതേപോലെ എന്താണ് സെന്റൻസ് കറക്ഷൻ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്താ ഗ്രാമർ പോർഷനിൽ നിന്ന് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അതേപോലെ വൊക്കാബുലറിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ജെൻഡർ, ചേഞ്ച് ഓഫ് ജെൻഡർ നോക്കുക. കളക്റ്റീവ് നൗൺസ് ഇപ്പൊ ചോദിച്ചില്ല എന്ന് വെച്ചാൽ അടുത്ത പരീക്ഷകൾ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം കളക്റ്റീവ് നൗൺസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അതേപോലെ നിങ്ങൾ നോക്കേണ്ടത് സിനോണിംസും ആന്റോണിംസും ഒന്ന് നോക്കുക. അതൊക്കെ നിങ്ങളിപ്പോ ഞാൻ ഇത്രയും പറയുന്ന ടോപ്പിക്സ് ഒക്കെ, ഇതിപ്പോ സാർ ഒരുപാട് ടോപ്പിക്സ് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാനാണെങ്കിൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു 2021 തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 13 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യും, ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്യും, ലഭിക്കും. സോ ആ ഒരു 13 ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ എന്താണ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, സോ അതൊക്കെ എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ. ഓക്കെ, അതേപോലെ ഫ്രൈസൽ വർബുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, പുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ ഫോറിൻ വേർഡുകൾ, ഫ്രൈസുകൾ നോക്കുക. അതേപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ദെൻ സ്പെല്ലിംഗ് ടെസ്റ്റ്, സ്പെല്ലിംഗ് കറക്ഷൻ 1ഉം 2ഉം ചോദ്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. സോ സ്പെല്ലിംഗ്, അക്കോമഡേഷൻ അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പ്രിവിലേജ് അങ്ങനെയൊക്കെയുള്ള സ്പെല്ലിംഗ് ടെസ്റ്റുകൾ, നെസസറി. ഓക്കെ, അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അതേപോലെ ഇഡിയംസും അവരുടെ മീനിങ്ങുകളും. ഓക്കെ, ഇഡിയംസും അതേപോലെ അതിന്റെ മീനിങ്ങുകളും. ഇപ്പോൾ ഒരെണ്ണം ചോദിച്ചു ഇഡിയം, അപ്പോൾ എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഇഡിയംസ് ഒക്കെ ഉണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ കവർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. സോ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിരിക്കും. സോ ഈ ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എക്സാമിന് പോകാനായിട്ട്. മറക്കരുത്, ഇംഗ്ലീഷിന് 20 മാർക്കാണ്. ഓക്കെ, സോ ആ 20-ൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ 20-ൽ മാക്സിമം 20 തന്നെ എന്ത് ചെയ്യുക, വാങ്ങാൻ ശ്രമിക്കുക. അത് ഈ ഒരു ടോപ്പിക്സുകൾ എന്ത് ചെയ്താൽ മതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതേപോലെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 20 സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഘട്ടം അല്ലെങ്കിൽ സ്റ്റേജ് എക്സാംസ് എഴുതുന്നവരെ കൃത്യമായിട്ട് എന്ത് ചെയ്തോ, നന്നായിട്ട് പഠിച്ചോ. ഈ ഒരു എക്സാം കണ്ട് എന്ത് ചെയ്യണ്ട, ആരും പേടിക്കണ്ട, തളർന്നു പോകണ്ട. അടുത്ത ഘട്ടം എനിക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിരിക്കരുത്. നമ്മൾ ഇത്രയും വരെ എന്തായാലും പഠിച്ചില്ലേ, കുറച്ചുകൂടിയല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തോ, ആത്മവിശ്വാസത്തോടെ പഠിച്ചോ. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, ഈ ഒരു ഡിഗ്രി പ്രിലിംസ് നേടാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.